നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനെ ദുഷ്ടചിന്താഗതിക്കാരി ആയിപ്പോയല്ലോ ജെ. എന്നാൽ ഇനി നിന്റെ ഒരു അഭിനയം ഇവിടെ നടക്കില്ല ജെ. നീയും നിന്റെ ഏട്ടനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് മാത്രമല്ല സൂര്യക്കും അറിയാം. ഹോസ്പിറ്റലിൽ വെച്ച് ഭാവന ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ നീ എല്ലാവർക്കും മധുരം വിതരണം ചെയ്തല്ലോ. അതെന്തിനായിരുന്നു? മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയായിരുന്നില്ലേ? അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം നെഗറ്റീവായിട്ടല്ലേ ദേവേട്ടൻ കാണൂ. നിന്റെ പ്രവൃത്തികൾ അങ്ങനെയായതുകൊണ്ട് മാത്രം അങ്ങനെ കാണേണ്ടി വരുന്നേ. അതെ, നീ നല്ലവളായിരുന്നെങ്കിൽ ഭാവനയുടെ കുഞ്ഞിനേക്കാൾ പ്രധാനം മാനസിയുടെ കുഞ്ഞിനാണെന്ന് നീ പറയില്ലായിരുന്നു. ഈ വിവരം സൂര്യ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ അതുകൂടെ മോനോട് എന്ന് പറ. ഇങ്ങനെയാണെങ്കിൽ എനിക്കത് പറയേണ്ടി വരും. ഇപ്പോ മാനസോട് എനിക്കും സൂര്യക്കും കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. നീയായിട്ടത് ഇല്ലാതാക്കരുത്. നിന്റെ ഏട്ടനും ഏട്ടത്തെയും ആത്മഹത്യാ ഭീഷണി മുടക്കി ഇവിടെ കയറി പറ്റിയത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. അതൊന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇപ്പോ ഭാവന ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലേ ഉറപ്പായിട്ടും അജയൻ ഭാവന ഏത് വിധേനയും ഇല്ലാതാക്കാൻ ശ്രമിച്ചേനെ. എന്തായാലും അവരും ഭാവനയോട് ഈ വീട്ടിലൊപ്പം പറ്റില്ല. അതുകൊണ്ട് സൂര്യൻ മറ്റൊരു വീട്ടിലേക്ക് മാറുന്നത് തന്നെയാവും നല്ലത്. ഒപ്പം ഈ ഞാനും കൂടി പോയാൽ മതിയല്ലോ. നീയും നിന്റെ ഏട്ടനും മാനസികം കൂടി ഇവിടെ താമസിച്ചോ. ഈ വീടും മാനസിക വിട്ടുകൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് മിക്കവാറും നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും. ഓ, അപ്പൊ എന്നെ ഒറ്റപ്പെടുത്തണം എന്നാണല്ലേ? നിന്റെ കയ്യിലിരിപ്പിൽ അതാ നല്ലത്.